വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത് ജനവിധിയെ മാനിച്ചുള്ള തീരുമാനമാണെന്ന് മുസ്ലിം ലീഗ്. ഘടകകക്ഷികളെ പലവട്ടം കേട്ട് ജനാധിപത്യപരമായാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതെന്ന് പ്രശംസിക്കുകയും ചെയ്തു മുസ്ലിം ലീഗ്. സതീശന് കേരളത്തിന് മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുകയാണ്. സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളിൽ തന്നെ പ്രകടമാണ് മുസ്ലിം ലീഗിനുള്ള സംതൃപ്തി. പല കോണുകളിൽ നിന്ന് സമ്മർദ്ദവും സ്വാധീനം ചെലുത്താനുള്ള ശ്രമവും ഉണ്ടായപ്പോഴും ലീഗ് അടിയുറച്ച നിലപാടിൽ തന്നെ വി.ഡി. സതീശന് പിന്തുണ അറിയിച്ചു. ജനവികാരം മാനിക്കണമെന്നാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. ഹൈക്കമാൻഡ് എല്ലാവരെയും കേൾക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതിലും സംസ്ഥാന അധ്യക്ഷൻ നന്ദി അറിയിക്കുന്നുണ്ട്. എന്തായാലും വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയതിലെ ഒരു പ്രധാന ഘടകം മുസ്ലിം ലീഗ് ആണെന്നതും നിസ്സംശയം പറയാം. എല്ലാ ജനാധിപത്യ പ്രക്രിയകളും അവർ വിശദമായിട്ട് തന്നെ അവർ ചർച്ച ചെയ്തു. ഞങ്ങൾ ഘടകകക്ഷികളുടെ തീരുമാനവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും ഒന്നിലേറെ തവണ അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഖാർഗെജി ഞങ്ങളൊക്കെ വിളിച്ചു, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെന്ന പ്രഖ്യാപനം വന്നതോടെ തന്നെ ലീഗിനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു NSSന്റെ ഉൾപ്പെടെയുള്ള ആക്രമണം. ലീഗ് ഒരിക്കലും നടത്തിയ ഇടപെടൽ ശരിയല്ലെന്ന് സുകുമാരൻ നായർ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. അവിടെയും ലീഗിന്റെ മറുപടി പതിവ് ശൈലിയിൽ തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലാതെ ഒരു പ്രതികരണവും ലീഗ് നേതാക്കൾ നടത്തിയില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ്. എന്തായാലും മുസ്ലിം ലീഗിന് മനസ്സുകൊണ്ട് സന്തോഷം തന്നെയാണ്. പിന്നീട് നേരിടുന്ന വിമർശനങ്ങളെ PK കുഞ്ഞാലിക്കുട്ടി എന്ന ചാണക്യന്റെ ശൈലിയിൽ കൂടി നേരിട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. അനീസ് തോട്ടക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.